അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, അതുപോലെ ഇൻക്ലൂഷൻ. ഇതൊക്കെ ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു, എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു റിയൽ ഓർഗനൈസേഷനിൽ ആളുകൾ വർക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ടുഗദർ എന്നുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ വി ഫീലിംഗ് എന്നുള്ള സാധനം അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ കൂടി ചർച്ചകളൊക്കെ വരൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ അത് OBയിൽ ചർച്ച ചെയ്തെന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് വർക്ക് പ്ലേസ് ഡൈവേഴ്സിറ്റി? അപ്പോൾ അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കതിനെ 2 ലെവലുകളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി, മറ്റൊന്ന് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി. സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ഡൈവേഴ്സിറ്റികൾ നമ്മൾ ഏജിലുള്ള ജെൻഡർ, റേസ്, എത്നിസിറ്റി, അതുപോലെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇതിലൊക്കെയുള്ള ഡൈവേഴ്സിറ്റിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിഫറൻസുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇതിലൂടെ പ്രത്യേകിച്ചൊന്നും ഇതിലൂടെ നമുക്ക് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റിയിൽ നമുക്ക് കിട്ടില്ല. ഇതിൽ നമുക്ക് പബ്ലിക് അപ്പിയറൻസ് മാത്രം നമുക്കിതിൽ, ആ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം നമുക്കിതിൽ കാണുള്ളൂ. അപ്പോൾ ഇതിൽ ഒരാൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഡൈവേഴ്സിറ്റിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം അതിലടങ്ങിയിട്ടുള്ളത് വാല്യൂസിൽ എങ്ങനെ ഡൈവേഴ്സ് ആവുന്നു, പേഴ്സണാലിറ്റി, ആറ്റിറ്റ്യൂഡ്, അതുപോലെ വർക്ക് സ്റ്റൈൽ, ഇതിലൊക്കെ എങ്ങനെ ഡൈവേഴ്സ് ആകുന്നു എന്നുള്ളതാണ് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇതിലാണ് ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം, അതുപോലെ തന്നെ അവൻ്റെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്, അതൊക്കെ അങ്ങനെ ഒരു ചർച്ചാ വിഷയമായാലും എങ്ങനെയാണെന്നുള്ളത് ചർച്ച ചെയ്ത് ഈ ഒരു ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റിയിലാണ്. സോ അതുകൊണ്ട് തന്നെ ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റിയാണ് OBയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഇനി പ്രെജുഡൈസും അതുപോലെ ഡിസ്ക്രിമിനേഷനൊക്കെ ഒരു പബ്ലിക് വർക്ക് പ്ലേസിൽ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ആവുന്നു, അതിൻ്റെ കാര്യങ്ങൾ, എഫക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. പ്രെജുഡൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള നമ്മളെ ഫീലിങ്ങിനാണ് പ്രെജുഡൈസ് എന്ന് പറയാം. അതുപോലെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ അൺഫെയർലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രൂപത്തിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഡിസ്ക്രിമിനേഷൻ പല രൂപത്തിലും, അത് വർക്ക് പ്ലേസിൽ പല രൂപത്തിലാണ് അത് വരാറുള്ളത്. ഒന്ന്, നമ്മൾ ഹയറിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒക്കെ ബയാസ് ചെയ്യുക, അല്ലെങ്കിൽ ഹറാസ്മെൻറ്റുകൾ നടത്തുക, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ നിന്നൊക്കെ ആളുകൾ എക്സ്ക്ലൂഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂകൾ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രിമിനേഷനാണ് വർക്ക് പ്ലേസിലെ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ. അതൊക്കെ എങ്ങനെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ടാക്കും, അതുപോലെ തന്നെ സ്ട്രെസ്സ് കൊണ്ടുവരും, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും, പ്രൊഡക്ടിവിറ്റി വളരെ കുറക്കും, അതുപോലെ തന്നെ ടേൺ ഓവർ വളരെ കൂടുതലായിരിക്കും, അതുപോലെ ഡിസിഷനൊക്കെ വളരെ ഡള്ളായിട്ടായിരിക്കും നടക്കുക. സ്വാഭാവികമായിട്ട് അവിടെ പ്രത്യേകിച്ച് ഡെവലപ്മെൻറ്റോ അപ്ഗ്രേഡോ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഡിസ്ക്രിമിനേഷൻ ചെയ്താലുള്ളൊരു പ്രശ്നം. ഇനി പീപ്പിൾ എന്തുകൊണ്ട് ഇങ്ങനെ ബയാസ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ ഒരു സൈക്കോളജി വശമാണ് ഇനി പറയാനുള്ളത്. അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് ഒന്ന് സോഷ്യൽ കാറ്റഗറൈസേഷനാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളായിട്ടും അവരായിട്ടും നമ്മൾ ഓട്ടോമാറ്റിക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊരു സോഷ്യൽ കാറ്റഗറൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അതിലൂടെ ജനങ്ങൾ ബയാസ് ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. എന്നുവെച്ചാൽ അവരെ ലാബിൽ വെച്ച് നമ്മൾ ആളുകൾ അവരെ ലാബിലുകൾ വെച്ചുകൊണ്ട് നമ്മൾ അവരെ അളക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതൊരു സ്റ്റീരിയോ ടൈപ്പ് ത്രെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പരമാവധി പൊതുവിൽ അത് നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ് ആയിട്ടാക്കിയിട്ടാണ് അത് മാറ്റൽ. സോ ഒരാൾ മനസ്സിലാക്കുമ്പോൾ അവരെ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ സ്റ്റീരിയോ ടൈപ്പിംഗ് വളരെ എഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മൂന്നാമത്താണ് സിസ്റ്റം ജസ്റ്റിഫിക്കേഷൻ. എന്നുവെച്ചാൽ പല രൂപത്തിൽ ആൾക്കാരും വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസ് ആണല്ലോ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഒരു മനുഷ്യനെ നമ്മൾ
അഡ്വാൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സിറ്റുവേഷൻ മാനിച്ചുകൊണ്ട് നന്നായിട്ട് പെരുമാറിയേക്കാം. അപ്പോൾ അങ്ങനെ സിസ്റ്റം ജസ്റ്റിഫിക്കേഷനും സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് നമുക്ക് പരമാവധി ഈ ബയാസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഇവിടെ വിശദീകരിച്ചത്. ഇനി വർക്ക് പ്ലേസിലുള്ള കൾച്ചറൽ ഡിഫറൻസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കൾച്ചർ പല രൂപത്തിൽ ഡിഫറെൻ്റ് ആവലുണ്ട്. അതിലൊന്നാണ് പവർ ഡിസ്റ്റൻസ്, 2 ഇൻഡിവിജ്വൽ വേഴ്സസ് ഗ്രൂപ്പ് ഫോക്കസ്, 3 കംഫർട്ട് വിത്ത് അൺസർട്ടനിറ്റി, അതുപോലെ തന്നെ 4 ലോങ് ടേം വേഴ്സസ് ഷോർട്ട് ടേം തിങ്കിങ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ കൾച്ചറൽ ഇൻ്റലിജൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് മാറുന്നുണ്ട്. ഇനി റിയൽ വേൾഡ് എക്സാമ്പിൾസ് കുറച്ച് പറഞ്ഞ് നിർത്താനാണ് വിചാരിക്കുന്നത്. ചില കമ്പനികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഹോട്ട് ചിക്കൻ ടേക്ക് ഓവർ ഹയേഴ്സ് മെനി ഫോംലി കാർസറേറ്റഡ് പീപ്പിൾ ആൻഡ് ബിൽഡ്സ് സ്ട്രോങ് ലോയാലിറ്റി. അപ്പോൾ വാൾമാർട്ടിൻ്റെ വേറൊരു പ്രോഗ്രാം പറയുന്നുണ്ട്, വെറ്ററൻ പ്രോഗ്രാംസ്. അപ്പോൾ അത് വാൾമാർട്ടിൻ്റെ ഇത് ആമസോൺ പോലെയുള്ള എന്താ പറയുക പലചരക്ക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന വാൾമാർട്ട്, അതിൻ്റെ വെറ്ററൻ പ്രോഗ്രാം അത് മിലിറ്ററി എംപ്ലോയീസിനെ എന്താ പറയുക കോർപ്പറേറ്റ് റോളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ലോയാലിറ്റി എത്രമാത്രം സ്ട്രോങ് ലോയാലിറ്റി എത്രമാത്രം അവരിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ആയിട്ടാണ് ഇവിടെ റിയൽ വേൾഡ് എക്സാമ്പിളിൽ ഒരു വാൾമാർട്ടിൻ്റെ ഒരു വെറ്ററൻ പ്രോഗ്രാമിനെ പറഞ്ഞത്. അതുപോലെ പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്പനികളും ഇപ്പോൾ ജപ്പാൻ ഒഴികെയുള്ള പല കമ്പനികളിലും രാഷ്ട്രങ്ങളിലെ പല കമ്പനികളിലും അവർ ഇമേജ് ഫോക്കസ് ചെയ്തിട്ടാണ് ബിസിനസ്സുകൾ നടത്തുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ റിയൽ ഇമേജ് കാണിക്കുന്നതിന് പകരം ജനറേറ്റ് ചെയ്യപ്പെട്ട ഇമേജുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ വരുതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അതിലൂടെ അവർ മറച്ചു വെക്കുന്നത് അവരുടെ റിയൽ ചേഞ്ചിനെ കൂടിയാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസീയത അവർക്ക് നഷ്ടപ്പെട്ടത് അത് ജനങ്ങളിലും കൂടി പ്രതിഫലിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിവിടെ പറഞ്ഞത്. അപ്പോൾ ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു വിഷയത്തിനെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവൽ സ്വാഭാവികമാണെങ്കിലും പക്ഷെ അത് വരുത്തുന്ന ചില ഘടകങ്ങൾ ഡൈവേഴ്സിറ്റിയിലുണ്ട്. അത് പരമാവധി നോർമലൈസ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഇക്വിറ്റികളെ പരമാവധി അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻക്ലൂഷൻ നടത്തിക്കൊണ്ടാണ് കമ്പനികൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഈ ഒരു പാഠം നമുക്ക് തരുന്ന മെസ്സേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.